ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പേര് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹം വന്നു. പരിശുദ്ധമായ ഈ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെ നമ്മുടെ ജീവിതം യാത്ര ചെയ്യുകയാണ്. നുഹ്റോദ്ഹായ എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഏവരോടുമുള്ള നന്ദി മുന്നമേ അറിയിച്ചുള്ളത്. ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ തേടിയുള്ള ഒരു യാത്രയുടെ നിമിഷങ്ങൾ കൂടിയാണ് നാം സഞ്ചരിക്കുന്നത്. പരിശുദ്ധമായ നോമ്പ് ലക്ഷ്യം നിൽക്കുന്നത് അപ്രകാരം തന്നെയാണ്. യഥാർത്ഥമായ ആ ക്രിസ്തുവിനെ അറിയുക, യഥാർത്ഥമായ ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ നോമ്പിന്റെ പ്രധാന ലക്ഷ്യം. ഈ ജീവിതയാത്രയിൽ നമ്മളായിരിക്കുമ്പോൾ പകുതി വഴിയിൽ വീണവരുണ്ട്, ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് ഇനിയും യാത്ര ചെയ്യാൻ ഏറെയുമുണ്ട്. ആ യാത്ര ചെയ്യാനുള്ള വേളയിൽ പത്രോസ് നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ സഹചാരിയായി യാത്ര ചെയ്യുകയും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയില്ല എന്ന് ഉറച്ച് ക്രിസ്തുവിനോട് പ്രഖ്യാപിക്കുകയും ചെയ്ത പത്രോസിന് ഒരു ഇടർച്ച സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഇടർച്ചയിൽ നിന്ന് പത്രോസ് നമുക്ക് നൽകുന്നൊരു പാഠം, ഇതുവരെയും അറിഞ്ഞ ക്രിസ്തുവിനെ അല്ല, ഇനിയും താൻ അറിയാത്ത ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ള ഒരു ചിത്രം നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധമായ ഈ നോമ്പിൽ കൊണ്ട് നമ്മുടെ ഈ ജീവിതം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള പാഠം ഇത് തന്നെയാണ്. മനുഷ്യബുദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം അറിഞ്ഞിട്ടുള്ള ഒരു ക്രിസ്തുവിനെ അല്ല നമുക്കിനി അറിയേണ്ടത്. അതിനപ്പുറമായിട്ടുള്ള യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു ക്രിസ്തുവിനെ നമുക്ക് അറിയേണ്ടത് ആവശ്യകതയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാം വാക്യത്തിൽ പുരോഹിതന്റെ മുറ്റത്ത് തീകാഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അടുക്കലേക്ക് കടന്നുവന്നുകൊണ്ട് ഭാര്യക്കാരി പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നീ ആ ക്രിസ്തുവിനോടൊപ്പമുള്ളവനല്ലയോ, ആ ഗലീലക്കാരനോടൊപ്പമുള്ളവനല്ലയോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വാലിക്കാരൻ പെണ്ണിന്റെ ചോദ്യത്തിന് മുമ്പാകെ ചൂളിക്കൊണ്ട് പത്രോസ് പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോടുകയും ക്രിസ്തുവിനെ പറയുകയും ചെയ്തിട്ട് തന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് അവൻ തിരിച്ചറിയുകയാണ്, ഞാൻ ഇതുവരെ അറിഞ്ഞ ക്രിസ്തുവിനെ അല്ലല്ലോ ഇനി എനിക്ക് അറിയാനുള്ളത്, ഇനിയും ആ ആഴത്തിലുള്ള ക്രിസ്തുവിനെ എനിക്ക് അറിയേണ്ടതുണ്ട് എന്നവൻ കാട്ടിത്തരുന്നു. ഈ പരിശുദ്ധമായ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ഈ യാത്രയിൽ ആ വീഴ്ചകളൊക്കെ ഉയർന്ന് ഏറ്റുപറഞ്ഞ് ഇനിയും ഞാൻ അറിയാത്ത ഒരു ക്രിസ്തുവിനെ തേടിയുള്ള ഒരു യാത്രയാകട്ടെ ഈ പരിശുദ്ധ നോമ്പിന്റെ കാലഘട്ടത്തിൽ നിന്നുള്ള നമുക്ക് ഓർപ്പിച്ചുകൊണ്ട് എന്റെ ആമുഖ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ വിരാമം പ്രാപിച്ചുകൊണ്ട് ഉത്തരത്തുനാമം മാത്രം സ്വീകരിക്കപ്പെടുന്നതാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തിയാവെങ്കിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവൃത്തി കൂടാതെ രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന് അർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവരുമായി കണ്ടവരും, ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെ എന്ന് അവരോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു.
സ്നേഹവാനായ ദൈവമേ, ഇന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനായി നീ ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്ത് ഞങ്ങൾ നിന്നെ ആയിരമായിട്ട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ മുന്നിലൂടെയാണെങ്കിലും നിന്നെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമായി ഞങ്ങളെ കൂടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ നടുവിൽ നിന്റെ മധ്യസ്ഥത എന്നും ഉണ്ടായിരിക്കണമേ. പലവിധമായ പ്രശ്നങ്ങളാലും രോഗങ്ങളാലും അനേകം പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെയെല്ലാം അവരുടെ പ്രാർത്ഥന കേട്ട് നീ സൗഖ്യപ്പെടുത്തണമേ. പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകാതെ അവിടെ നിന്നെല്ലാം എന്റെ മക്കളെ നീ കൈപിടിച്ചുയർത്തണമേ. നിന്റെ ധ്യാനവചനങ്ങളെ കേൾക്കുവാൻ മാത്രമല്ല, മറിച്ച് ഞങ്ങളുടെ പ്രവൃത്തികളെ രൂപാന്തരപ്പെടുത്തുവാനും അതിലൂടെ ഞങ്ങൾക്ക് സഹായമാകണമേ. തമ്പുരാനെ, പലവിധമായ രോഗങ്ങളാലും ക്ലേശങ്ങളാലും കരയുന്ന എത്രയോ മക്കളുണ്ട്. അവരെയെല്ലാം നിങ്ങൾ സഹായിക്കണമേ. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് കൽപ്പിച്ചവനായ ദൈവമേ, നിന്റെ കരുണയുടെ വാതിലിന് മുൻപിലിരുന്ന് അനേകം ആളുകൾ ഇന്ന് മുട്ടിവിളിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയെല്ലാം നീ കേൾക്കണമേ. ഇന്നത്തെ ഈ ലോക കാലഘട്ടത്തിൽ യുവജനങ്ങളായി ഞങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയെല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. താളടിയായി പോകാതെ യേശുവേ, നിന്റെ മാലാഖമാരുടെ വൃന്ദം ഞങ്ങൾക്ക് ചുറ്റും കാവലും കോട്ടയമായിരിക്കണമേ. ദൈവമേ, കേൾക്കുന്ന വചനങ്ങൾ വെറും അറിവായി മാത്രം അവശേഷിക്കാതെ അതിനെയെല്ലാം ഞങ്ങളുടെ പ്രവർത്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഈ അന്ധകാരമായ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രശോഭയേറിയ വിളക്കുകളായി തിളങ്ങുവാൻ ഞങ്ങളെയെല്ലാം ഇടയാക്കണമേ. സർവ്വവിധം അനുഗ്രഹങ്ങളും മഹത്വവും അങ്ങേക്ക് യോഗ്യമാകുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. രക്ഷകായ ദൈവമേ,
ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാളയം സെൻറ് ജോർജ് ഇടവകയിലെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ യുവജനങ്ങൾക്കായി, അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ജീവിക്കുന്ന യുവജനങ്ങൾക്കായി നോമ്പുകാല ധ്യാനം ഒരുക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ്. നുഹറോദ് ഹായെ, ജീവന്റെ വെളിച്ചം, ലൈറ്റ് ഓഫ് ലൈഫ്, മനോഹരമായൊരു പദമാണ്. നോമ്പുകാലം മുഖശോഭ വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാകുന്നു എന്നാണ് പ്രാർത്ഥനാ പുസ്തകത്തിലൂടെ പറയുന്നത്. നമ്മുടെ നോമ്പ് ദിവസങ്ങളിലെ കാനോനിക നമസ്കാരങ്ങളിൽ മിക്കവാറും എല്ലാ യാമങ്ങളിലും നോമ്പിലൂടെ നേടുന്ന മുഖശോഭയെക്കുറിച്ചുള്ള വർണ്ണനകൾ ധാരാളമായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ മുഖശോഭയ്ക്ക് വളരെ മനോഹരമായ അർത്ഥതലങ്ങൾ പ്രാർത്ഥനകളിലൂടെ നൽകുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പരിശുദ്ധ നോമ്പുകാലം സഭാമക്കൾ ശോഭയുള്ളവരായി ജീവിക്കണം. പിതാക്കന്മാർ പറയാറുണ്ട്, ഫാസ്റ്റിംഗ് ഈസ് ദ ഫീസ്റ്റിംഗ് സീസൺ ഓഫ് ദ സോൾ എന്ന്. ആത്മാവിൻ്റെ ഉത്സവ കാലഘട്ടം എന്ന് വിളിക്കാറുണ്ട്. മുഖപ്രസന്നതയോടുകൂടി ജീവിക്കാനായി നമ്മെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നമ്മുടെ കർത്താവിൻ്റെ മറുരൂപത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ശ്ലീഹന്മാരുമായി കർത്താവ് മലയിലേക്ക് പ്രവേശിച്ചപ്പോൾ മലയിൽ വെച്ച് ഉണ്ടായതായ രൂപമാറ്റം കൊണ്ട് നമ്മെ സംബന്ധിച്ച് നോമ്പുകാലം കർത്താവിനെ പോലെ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളുമായി ഉള്ള ഒരു മലകയറ്റമാണ്. ആ മലകയറ്റത്തിൽ കർത്താവിന് എന്ത് രൂപമാറ്റം സംഭവിച്ചുവോ അത് നമുക്കും സംഭവിക്കണം. നാം പ്രകാശിതരായി മാറണം. ക്രിസ്തുവിൻ്റെ മുഖം വെണ്മയുള്ളതായി, അവൻ്റെ വസ്ത്രം വെളുത്ത് മനോഹരമായി മാറിയ സംഭവം നാം വേദവചനത്തിലൂടെ കാണുന്നുണ്ടല്ലോ. സത്യക്രിസ്ത്യാനികളായ നാം, അത് യുവജനങ്ങൾ മാത്രമല്ല, എല്ലാവരും പരിശുദ്ധ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ കൃത്യമായി മുഖശോഭയുള്ളവരായി, മുഖപ്രസന്നതയുള്ളവരായി മാറണം. ഹൃദയത്തിൻ്റെ പ്രകാശം, മനസ്സിൻ്റെ സൗഖ്യം, സമാധാനം, ഇതൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ ശോഭയ്ക്ക് കാരണമായി മാറുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭക്ഷണപാനീയങ്ങൾ വെടിയുന്നതുകൊണ്ട് മാത്രമല്ല, പിന്നെയോ ദൈവത്തോടുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. നോമ്പ് പ്രാർത്ഥനകളിലെ പല കഥാപാത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളായി എടുത്തു കാട്ടുന്നത് മോശയും ഏലിയാവും ഒക്കെയാണ്. പിന്നെ നമ്മുടെ കർത്താവാണ് പ്രധാന കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. മോശ സീനായ് മലയിൽ പർവ്വതത്തിൻ്റെ അഗ്രത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിനെ കാണുവാൻ അവനിടയായി. അവൻ്റെ മുഖം ശോഭയുള്ളതായി തിളങ്ങി. കൽപ്പനകൾ ജനത്തിനു വേണ്ടി സ്വീകരിച്ച് അവൻ താഴേക്ക് വന്ന സംഭവമുണ്ട്. ഏലിയാവ് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലി ദഹിപ്പിച്ച സംഭവവും ഉണ്ട്. നമുക്കിതെല്ലാം നല്ലതുപോലെ അറിയാവുന്നതാണ്. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവ് നോറ്റു, അകൽക്കർസായെ ജയിച്ചു. പരിശുദ്ധ നോമ്പിലൂടെ പിശാചിനെ തോൽപ്പിക്കുവാനും ശരീരാത്മദേഹികൾ പ്രസന്നതയോടെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുവാനും ഇടയാകണം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും കർത്താവിൻ്റെ കുരിശുമരണവും ഉയർപ്പും നമ്മെ അതിനൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നുഹ്റോദ് ഹായെ എന്ന പരിപാടിയിലൂടെ ദൈവജനത്തിന് ശോഭ നൽകുന്ന പാളയം സെൻറ് ജോർജ് യുവജന പ്രസ്ഥാനത്തിന് ആശംസകൾ നേരുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. സർവേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. തിരുവനന്തപുരം പാളയം സെൻറ് ജോർജ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം
ഈ പരിശുദ്ധമായ നോമ്പ് കാലഘട്ടത്തിൽ ഒരുക്കുന്ന ആത്മീയ അനുഭവമായ നുഹ്റോദ് ഹായോ എന്ന ഉദ്യമത്തിന് എല്ലാവിധമായ ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. പരിശുദ്ധമായ നോമ്പ് വിശ്വാസികളായ ഓരോരുത്തർക്കും ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണത്തിന്റെ കാലഘട്ടമാണ്. ഓരോ വർഷവും പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മീയ അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. നാം എടുക്കുന്ന നോമ്പും ഉപവാസവും പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയാകും. പൗരസ്ത്യ വേദശാസ്ത്രത്തിൽ സിനർജിയ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അത് വേദശാസ്ത്രപരമായി നമ്മുടെ വിശ്വാസത്തോട് പിതാക്കന്മാർ ചേർത്ത് ചിന്തിക്കുന്ന ഒരു പദമാണ്. ആ പദത്തിന്റെ അർത്ഥം വർക്ക് ടുഗദർ എന്നുള്ളതാണ്. മനുഷ്യന്റെ രക്ഷയെ പറ്റിയുള്ള ചിന്തകളിൽ ഈ പദം പിതാക്കന്മാർ ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൽ രക്ഷ ദൈവത്തിന്റെ സൗജന്യ ദാനമാകുമ്പോൾ തന്നെ ദൈവസ്നേഹത്തോടുള്ള സ്വാഭാവിക ഒരു പ്രതികരണം മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നുള്ള ചിന്തയാണ് അതിന് പിന്നിലുള്ളത്. ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൽ കടന്നു വന്നവരാണ്. ആയതിനാൽ തന്നെ ആ ദൈവികമായ സ്നേഹത്തോട് ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ ഒരു സ്വാഭാവികമായ പ്രതികരണം നമുക്കുണ്ടാകും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം മനുഷ്യമക്കളെ നോക്കുന്നു എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്: God is always ready to save. He does not force himself upon the unwilling. എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നു. എന്നാൽ ഫോഴ്സ്ഫുള്ളി അതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ശ്രമിക്കുന്നില്ല. അത് നമ്മളോടുള്ള സ്നേഹക്കുറവല്ല. എന്നാൽ മനുഷ്യ സൃഷ്ടി എന്ന നിലയിൽ ദൈവത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണം നമ്മുടെ ഭാഗം ഉണ്ടാകുമ്പോൾ ദൈവം വളരെയധികം നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവികമായ അനുഗ്രഹങ്ങളെ, കരുണയുടെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവങ്ങളിലെ ഓരോ അത്ഭുത പ്രവൃത്തികളെയും നമ്മൾ നോമ്പിൽ ധ്യാനിക്കുന്ന സമയം അവിടെയൊക്കെ മനുഷ്യന്റെ പ്രവൃത്തി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി വേർപിരിക്കുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ രക്ഷയെ പ്രതി രക്ഷണ്യമായ പ്രവർത്തനങ്ങളിൽ, പദ്ധതികളിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ കാനായിലെ കല്യാണത്തിൽ നമ്മൾ കാണുന്നു, വെള്ളം കോരിക്കൊണ്ട് വരുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ദാസരെ ചുമതലപ്പെടുന്നു. അതുപോലെ തന്നെ ലാസറിന്റെ കല്ലറയിൽ ചെല്ലുന്ന സമയം കല്ലുരുട്ടി മാറ്റുവാനായിട്ട് അവരോട് കൽപ്പിക്കുന്നു. അങ്ങനെ ഓരോ അനുഭവങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ ഒന്നുകിൽ മറ്റൊരു ആളുടെ അല്ലെങ്കിൽ ആ സൗഖ്യമാകുന്ന വ്യക്തിയുടെ ഒക്കെ ഒരു പങ്കാളിത്തം അതിനോട് ചേർത്ത് വെക്കുവാൻ എപ്പോഴും ദൈവികമായ പദ്ധതികളിൽ ഒരു ചിന്തയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ നോമ്പ് കാലഘട്ടം ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അത് മുഖാന്തരമായിട്ട് ഈ നോമ്പ് നമുക്ക് അനുഗ്രഹത്തിന് നന്മയ്ക്ക് ഇടയാകുവാൻ സംഗതിയാകണം എന്നുള്ള ചിന്തയാണ് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. ഈ പരിശുദ്ധമായ നോമ്പ് നമ്മുടെ എല്ലാവരുടെയും ആത്മശരീര മനസ്സുകളുടെയും ദൈവസ്നേഹത്തെ പറ്റിയുള്ള ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ഈ ആത്മീയമായ അനുഭവങ്ങളെല്ലാം തന്നെ ദൈവത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണമാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കും. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവനമ്പുരാനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കൾ ഓരോരുത്തരും മേലും ഇവരുടെ എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും ഈ പ്രസ്ഥാനത്തിന്റെ സകലവിധമായ പ്രവർത്തനങ്ങളുടെ മേലും ഞങ്ങളിന്ന് വാങ്ങിക്കൊടുന്ന സ്ഥല പരിതാത്മാക്കളുടെ മേലും ഇപ്പോഴെപ്പോഴും ഊന്നിക്കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.